അതിജീവനമായിരുന്നു കഴിഞ്ഞ 2 വർഷങ്ങളിലധികമായി ലോക ജനതയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാന വിഷയം. സപ്തഭാഷകളുടെ സംഗമഭൂമിയായ കാസർഗോഡിന്റെ ഹൃദയസ്ഥാനത്താണ് ഡയറ്റ് കാസർഗോഡ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്നതിനൊപ്പം ഈ ബഹുസ്വരതയുടെ സൗന്ദര്യത്തെ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന സാംസ്കാരിക ദൗത്യം കൂടി ഡയറ്റ് നിർവഹിക്കുന്നുണ്ട്. കാസർഗോഡിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗം സപ്തഭാഷകളുടെ ചാരുത ചോരാതെ സമാനതകളില്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഡോക്ടർ എം ബാലന്റെ ജീവിതം. കേരളത്തിലെ മറ്റ് 13 ഡയറ്റുകളേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്ന ഒരു ഡയറ്റായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം ഡയറ്റ് കാസർഗോഡ് അറ്റ് മായിപ്പാടി. വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ, അത് ഭാഷാപരമായിക്കോട്ടെ, കലാപരമായിട്ടുള്ളായിക്കോട്ടെ, അക്കാഡമിക് ആയിക്കോട്ടെ, നോൺ അക്കാഡമിക് ആയിക്കോട്ടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ 4 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ പണി ആരംഭിച്ചിരിക്കുകയാണ്. അക്കാദമിക രംഗത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ, അത് ഓൺലൈൻ മോഡലാണെങ്കിലും ഓഫ്ലൈൻ മോഡലാണെങ്കിലും വ്യത്യസ്ത പദ്ധതികൾ, വ്യത്യസ്ത പരിപാടികൾ, സ്റ്റേറ്റ് തലത്തിൽ നിന്ന് കൈയടി വാങ്ങിക്കാവുന്ന രീതിയിലുള്ള പരിപാടികളായിരുന്നു ആവിഷ്കരിച്ചിരുന്നത്. ഔദ്യോഗിക കൃത്യത്തിനിടയിൽ സംഭവിച്ച ഒരു ബൈക്ക് അപകടം മാഷിന്റെ ശരീരത്തിന്റെ വേഗം കുറയ്ക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നീണ്ട 2.5 വർഷത്തോളമായി മാഷ് തന്റെ ശരീരത്തിന്റെ പൂട്ടുകളെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപകടം നടന്നപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയുർവേദ മരുന്ന് കഴിച്ച് 8 മണിക്ക് ഫിസിയോ തുടങ്ങും. 8 മണിക്ക് ഫിസിയോ കഴിഞ്ഞ് 2 പേര് ഫിസിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ 2 ഫിസിയോ കഴിഞ്ഞ് 9:30ക്കാണ് സാധാരണ നമ്മൾ ഡയറ്റിലേക്ക് പോവുക. ഈ ശാരീരിക ബുദ്ധിമുട്ടും ഈ ഫിസിയോ ഒക്കെ കഴിഞ്ഞ് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോകാൻ നേരത്ത് വളരെ പ്രയാസമാണെങ്കിൽ കൂടി നമ്മൾ വണ്ടിയിൽ കയറി യാത്ര പുറപ്പെട്ട് ഏകദേശം നീലീശ്വരൻ എത്തുമ്പോഴേക്കും അവന് വളരെ ഊർജ്ജസ്വതയോടുകൂടിയാണ് പിന്നെ അങ്ങോട്ടുള്ള യാത്ര. ഡയറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ജീവനാഡിയാണ്. അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെയായി ഉള്ള കൂടിച്ചേരൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനേക്കാൾ ഏറെ ഊർജ്ജം അവന് നൽകുന്നത് ആ ഡയറ്റിൽ എത്തുമ്പോഴാണ്. ആയിരത്തി 1987 ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂൾ കന്നുവീട് കടപ്പുറത്ത് പ്രൈമറി അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് ഹൈസ്കൂൾ അധ്യാപകനും BRC ട്രെയിനറുമായി. ഡയറ്റ് ലെക്ചറർ, സീനിയർ ലെക്ചറർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. SSKയിൽ ജില്ലാ പ്രോഗ്രാം ഓഫീസർ, ജില്ലാ പ്രൊജക്ട് ഓഫീസർ, സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ എന്നീ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. തുടർന്ന് കാസർഗോഡ് ഡയറ്റിന്റെ പ്രിൻസിപ്പലായി. ദീർഘകാലം സംസ്ഥാന പാഠപുസ്തക സമിതി അംഗമായി. SCRTയും SSAയും തയ്യാറാക്കിയ നിരവധി പഠന സാമഗ്രികളിൽ ഡോക്ടർ എം ബാലൻ പങ്കാളിയായി. SSKയുടെ സംസ്ഥാന റിസർച്ച് അഡ്വൈസറി ബോർഡ് അംഗം. അക്ഷരപ്പുലരി മുതൽ സാക്ഷരം വരെയുള്ള നൂതനമായ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സുപ്രധാനമായ പങ്ക്. ജില്ലാ സംസ്ഥാനതല വിദ്യാഭ്യാസ പദ്ധതികളുടെ ആസൂത്രകൻ, മികച്ച അധ്യാപകൻ, പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ ഡോക്ടർ എം ബാലൻ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് ഡയറ്റിലെ അധ്യാപകർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ അധ്യാപക സമൂഹത്തിനും വളരെയധികം പ്രതീക്ഷകൾ നൽകിയ ഒരു ചാർജ് എടുക്കലായിരുന്നു സാറിൻ്റെത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ SLC പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി എക്വിപ്പ്
ഒരു പഠന സാമഗ്രി, അത് 6 വിഷയങ്ങളിലായിരുന്നു, ഏറ്റവും പ്രയാസം നേരിടുന്ന 6 വിഷയങ്ങളിൽ അധ്യാപക പഠന സാമഗ്രി തയ്യാറാക്കിക്കൊണ്ട് പ്രത്യേക ക്ലാസ്സുകളും രക്ഷാകർതൃ പരിശീലനമൊക്കെ നൽകിക്കൊണ്ട് ആ പ്രവർത്തനം മുന്നേറി. അതേപോലെ തന്നെ 19 മാസക്കാലം സ്കൂളിൽ നിന്ന് വിട്ടുനിന്ന അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നതിന്, ഒരു പഠന സന്നദ്ധത ഉണ്ടാക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ല ഏറ്റെടുത്ത ഒരു വളരെ വ്യത്യസ്തമായ പ്രവർത്തനമായിരുന്നു ബൗൺസിങ് ബാക്ക് ടു ലേണിംഗ് ആൻഡ് ലൈഫ്, ബെൽ എന്ന പേരിൽ നമ്മളൊരു പ്രോജക്റ്റ് നടപ്പിലാക്കിയുണ്ടായി. അക്കാദമിക രംഗത്ത് കേരളത്തിലെ മറ്റെല്ലാ ജില്ലകൾക്കും മാതൃകയാവുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സുദീർഘമായ 3 വർഷം കാസർഗോഡ് ഡയറ്റിൻ്റെ പ്രിൻസിപ്പൽ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ വിശിഷ്ടമായിരുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ജില്ലയുടെ അക്കാദമിക് മികവ് ഉയർത്തുന്നതിനായി ഡയറ്റ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ ബാലന്മാഷ് ഏറ്റെടുത്ത് നടത്തിയ പദ്ധതികൾ നിരവധിയാണ്. LSS USS മികവ് ഉയർത്തുന്നതിനുള്ള പ്രതിഭാ പദ്ധതി, NMMS വിജയശതമാനം ഉയർത്തുന്നതിനുള്ള പ്രിസം, SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്യുപ്, SSLC മാതൃകാ പരീക്ഷകൾ, സമഗ്ര രക്ഷാകർതൃ ബോധവൽക്കരണ പരിപാടിയായ പ്രിയ രക്ഷിതാവിന്, കോവിഡാനന്തര വിദ്യാഭ്യാസത്തെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുന്നതിന് അധ്യാപകരെയും കുട്ടികളെയും പ്രാപ്തരാക്കുന്നതിനുള്ള ബൗൺസിംഗ് ബാക്ക് ടു ലൈഫ് ആൻഡ് ലേണിംഗ് ബെൽ പദ്ധതി, കുട്ടികളുടെ പഠന വിടവ് പരിഹരിക്കുന്നതിനുള്ള അങ്കണം പദ്ധതി എന്നിങ്ങനെ നൂതനവും പ്രസക്തവുമായ നിരവധി പദ്ധതികൾ അവയിൽ ചിലത് മാത്രം. ഒരു സ്ഥാപന മേധാവി, അധ്യാപകൻ, സുഹൃത്ത് എന്നീ നിലകളിലെല്ലാം ബാലന്മാഷ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? അടിമുടി സ്നേഹവും സൗഹൃദവുമാണ് ഈ മനുഷ്യൻ. ഉള്ളു തുറന്ന ചിരിയിലൂടെയും നർമ്മ ഭാഷണങ്ങളിലൂടെയും തൻ്റെ സഹപ്രവർത്തകരിലേക്കും ചുറ്റുമുള്ളവരിലേക്കും ബാലന്മാഷ് പ്രസരിപ്പിച്ചത് ഒരു ജീവിതാവബോധമാണ്, പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ്. അതിജീവനത്തിൻ്റെ കാലിടറാത്ത പാഠങ്ങളാണ്. അതിജീവനം തുറന്ന ചിരിയുടെ സൗന്ദര്യമാണെന്നും സൗഹൃദത്തിൻ്റെ സൗമ്യ സാന്നിധ്യമാണെന്നും ഈ അധ്യാപകൻ